ഇന്നലെ അർജൻറ്റീന സ്പെയിൻ മത്സരം വളരെ നല്ല രീതിയിൽ സ്പെയിൻ കളിച്ചു എന്നത് കളി കണ്ടപ്പോൾ മനസ്സിലായി. സ്പെയിന് ഒരു കിക്ക് നടത്തുന്നത് പോലും വളരെ ശ്രദ്ധയോടുകൂടി അവർ പാസ് ചെയ്ത് കൊണ്ടുപോയി ഗോൾ പോസ്റ്റിലേക്ക് എയിം ചെയ്യുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ചു വന്നിരുന്നത്. അർജൻറ്റീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് വരുന്ന ഗോളുകളെ, അതുപോലെ ശക്തമായിട്ട് വരുന്ന പാസിങ്ങുകളെ തടയുക എന്നൊരു ജോലി മാത്രമാണ് മെസ്സിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. അർജൻറ്റീനയുടെ വളരെ കുറവ് അറ്റാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്പെയിൻ്റെ ഗോൾ പോസ്റ്റിൽ. അതും ഗോളി വിദഗ്ധമായിട്ട് അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഗോളി അത്രയും ശക്തനായിരുന്നു. അർജൻറ്റീനയുടെ പല ഗോളുകളാവേണ്ടിയിരുന്ന പല ഷോട്ടുകളും അർജൻറ്റീനയുടെ ഗോളിയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തതുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് ഗോള് ഇത്രയധികം വരാതിരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8 ഗോളെങ്കിലും വരേണ്ടതായിരുന്നു എന്നല്ലേ. അത് ആ ഗോളിയുടെ ഒറ്റ മിടുക്കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അവസാനത്തെ ഷോട്ടാണ് ഗോളിക്ക് രക്ഷയില്ലാതെ വന്ന് അങ്ങനെയാണ് ഗോളായത്. രണ്ട് ടീമിൻ്റെയും ഗോളിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അവരുടെ ഒരു പ്രത്യേക കഴിവാണ്, കളിക്കാരുടെ കഴിവല്ല അതിൽ കണ്ടുവന്നത്. ഗോളി നല്ല രൂപമായിരുന്നു. അർജൻറ്റീനയ്ക്ക് 18 പണി പഠിച്ചത് നോക്കിയിട്ടും സ്പെയിനിൻ്റെ ശനി വളയത്തെ മുറിക്കാനായിട്ട് സാധിച്ചില്ല. അവരുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം, മുന്നിലേക്ക് ആഞ്ഞിട്ട് സൈഡിലേക്ക് ബോൾ തട്ടിയിടുന്ന അവസ്ഥ, സൈഡിലുള്ള ആൾക്ക് മുന്നിലേക്ക് കാലാഞ്ഞിട്ട്, അപ്പോൾ എതിരാളികൾ വിചാരിക്കാതെ മുന്നിലേക്കാണ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചിട്ട് അവിടെ എതിരാളികൾ നിൽക്കുകയും ഇവർ സൈഡിലേക്ക് ബോൾ തട്ടി അടുത്ത കളിക്കാരന് പാസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഭംഗി നല്ല രസകരമായിട്ടായിരുന്നു അവർ പാസ് ചെയ്തിരുന്നത്. അതുപോലെ പിന്നിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക, എതിരാളികളുടെ ശക്തി മുന്നേറ്റം കണ്ട് ഗോളിക്ക് തട്ടിയിട്ട് കൊടുക്കുക. ഇങ്ങനൊരു പ്രത്യേകതര പാസിംഗ് ആയിരുന്നു സ്പെയിൻ പുലർത്തി വന്നിരുന്നത്. ഒരു തരത്തിലും അർജൻറ്റീനയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഏതു നേരവും ഹാഫ് ടൈമിന് ശേഷം ഏതു നേരവും അർജൻറ്റീനയുടെ പോസ്റ്റിൽ തന്നെയായിരുന്നു. ആ അർജൻറ്റീനയുടെ ഹാഫ് ഭാഗത്ത് തന്നെയായിരുന്നു ഈ ബോള്. അപ്പോൾ എവിടെ ഇതുണ്ടായി കഴിഞ്ഞാലും പെട്ടെന്ന് ചാടി വരുന്ന ഒരു രീതിയാണ്. ഒരു 5-6 പേര് ചാടി വന്ന് ബോളിനെ തടയുന്ന ഒരവസ്ഥയാണ് സ്പെയിൻ ചെയ്തിരുന്നത്. പിന്നെ അവരുടെ ഈ പാസിങ്ങും പ്രത്യേകതരം പാസിംഗ് ആയിരുന്നു. അവരുടെ എതിരാളികളെ ചുറ്റിക്കുന്ന ഒരു രീതിയിലുള്ള പാസിംഗ് ആയിരുന്നു അവർ ചെയ്തിരുന്നത്. സൈഡിലൂടെ ഇടത് സൈഡിൽ കൂടിയും വലത് സൈഡിൽ കൂടിയും വന്ന് പലതവണ ശ്രമിച്ചെങ്കിലും ഗോളിയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് അർജൻറ്റീന രക്ഷപ്പെട്ടു വന്നത്. പക്ഷേ അർജൻറ്റീനയുടെ തന്ത്രം ഇവിടെ ഫലിച്ചില്ല. അവസാന നിമിഷത്തിൽ കൊണ്ടുപോയി ഗോളടിക്കാവുന്ന രീതി നടന്നില്ല. സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാമിനുള്ള ആളുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല സ്റ്റാമിനുള്ള ആളുകളാണ്. 150 മിനിറ്റ് കളിയുണ്ടെങ്കിലും അവർ സ്റ്റാമിനയായിട്ട് സെയിം കണ്ടീഷനിൽ തന്നെ കളിക്കുന്ന ഒരു രീതിയിലുള്ള ആളുകളാണ് സ്പെയിൻ. അവരുടെ മുമ്പിൽ നല്ല തന്ത്രം ഉപയോഗിച്ചില്ലെങ്കിൽ അവരുടെ ശനി വളയത്തെ തകർക്കാനായിട്ട് സാധിക്കില്ല. ഒരു 5-6 പേര് വന്ന് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്ന, തടയുന്ന അവസ്ഥയാണ് അവർ ചെയ്തിരുന്നത്. അർജൻറ്റീനയ്ക്ക് പറ്റിയത് ഇവരെ ഓടിച്ച് തളർത്തി അവസാനം കൊണ്ടുപോയി ഗോളടിക്കാമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അത് സ്പെയിനിൻ്റെ മുമ്പിൽ നടന്നില്ല. ഈ എക്സ്ട്രാ ടൈമിലാണ് ഈ അർജൻറ്റീനയുടെ ഗോളിയുടെ ആ പിടിച്ചു നിൽപ്പ് അവസാനിപ്പിച്ച് ഒരു ഗോൾ അടിച്ചത്. അപ്പോൾ സ്പെയിൻ നല്ലൊരു കളിയാണ് ഇന്നലെ. ആ പാസിങ് നല്ല രീതിയിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്.
അർജൻറ്റീനയുടെ ഗോളി നന്നായത് കൊണ്ട് ഇത്രയും ഗോൾ കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഗോൾ 5-8 ഗോൾ എന്തായാലും അർജൻറ്റീനയ്ക്ക് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ സ്പെയിൻ്റെ ശനിവേളയം തകർക്കാനായിട്ട് അർജൻറ്റീനയ്ക്ക് ആയില്ല. മെസ്സിക്കും കൂട്ടർക്കും കണ്ണീരോടെ മടങ്ങാനേ സാധിച്ചുള്ളൂ.